മലപ്പുറം ഒളകര ആദിവാസി ഉന്നതിയിലുള്ളവർക്ക് 1.5 ഏക്കർ ഭൂമി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ. പട്ടയം നൽകുന്നതിന് തീരുമാനമായത് ആദിവാസികൾക്ക് ഭൂമിയുടെ അവകാശം നൽകുന്നതിനെതിരെ വൺ എർത്ത് വൺ ലൈൻ എന്ന സംഘടന നൽകിയ കേസിന്റെ വിധി പ്രകാരം 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ കലിഡോസ്കോപ്പിൽ ഇടം നേടി 2 മലയാള ചിത്രങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ റിപ്റ്റൈസ്, സൗദി വെള്ളക്ക എന്നീ മലയാള ചിത്രങ്ങൾ. കോഴിക്കോട് നാദാപുരത്ത് മാലിന്യം കത്തിക്കുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചെക്യാട് സ്വദേശിനി കമല. അപകടം കഴിഞ്ഞ ദിവസം വീട്ടുപറമ്പിൽ ചപ്പുചവറുകൾ കത്തിക്കുന്നതിനിടെ. കൊല്ലത്ത് യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി സുരേഷ്. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിനാസ്പദമായ സംഭവം നടന്നത് ഈ മാസം 19-ന്. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം. ബിജെപി ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊല്ലം നടുവിലക്കരയിൽ കുടിവെള്ള വിതരണം തുടരണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി UDF. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് 16 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വർഷം ഒരു വിവാഹം കൂടി നടത്താൻ തീരുമാനിച്ച് ആലപ്പുഴ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. സൊസൈറ്റിയുടെ അപൂർവ മംഗല്യം 2024 പദ്ധതിയിലൂടെയാണ് വിവാഹം നടക്കുക. സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. ആലപ്പുഴ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കിടങ്ങറ ബസാറിലേക്ക് പ്രകടനം നടത്തി. യൂണിഫൈഡ് പെൻഷൻ സമ്പ്രദായം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു എന്നാരോപിച്ചാണ് പ്രകടനം. യോഗം KSSPU ജില്ലാ കമ്മിറ്റി അംഗം വി വിത്തവാൻ ഉദ്ഘാടനം ചെയ്തു.